കണ്ണൂർ ചെറുപുഴയിൽ പ്രളയത്തിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തകനും കല്ലിയൂർ സ്വദേശിയുമായ ആർ രാജേഷിന് കേരളക്കര കണ്ണീരോടെ അന്തിമോപചാരം അർപ്പിച്ചു. കനത്ത മഴയിൽ മീൻതുള്ളിത്തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ കർഷകനായ ബെന്നിയെ രക്ഷിക്കാനായി രാജേഷ് തന്റെ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയിരുന്നു. തുടർന്ന് തിരികെ പുഴ കടക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടത്. ദുരന്തമുഖത്ത് അന്യന്റെ ജീവനായി സ്വന്തം ജീവൻ ബലി നൽകിയ രാജേഷിന്റെ ഭൗതിക ശരീരത്തിൽ മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു. രാജേഷിന്റെ സംസ്കാരം പൂർണ്ണമായ സംസ്ഥാന ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്ത വീട് സർക്കാർ പൂർത്തിയാക്കി നൽകുമെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് കണ്ണൂർ. നമസ്കാരം. 2026 പകുതിയില് ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ഒന്നാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ സെക്കൻഡ് പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.